സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഇഷ്ടം മാത്രം എന്ന സീരിയലിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതയായ നന്ദനയാണ്. കലാഭവൻ നന്ദന. നന്ദന, വിഷുവാശംസകൾ ആദ്യം തന്നെ. ഓക്കെ, അപ്പം നന്ദന, നമ്മള് 2 പ്രാവശ്യം കണ്ടതാണ്. നമ്മുടെ സിറ്റി ചാനലുകാർക്ക് എല്ലാവർക്കും നന്ദനയെ സുപരിചിതമാണ്. അപ്പം നന്ദന, ഈ ഒരു വിഷു എങ്ങനെയാണ്? ഈ വിഷു ദൈവം സഹായിച്ച് ഫാമിലിയോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാധാരണ ഏകദേശം എല്ലാ ഫെസ്റ്റിവലും നമുക്ക് ലൊക്കേഷനിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ട്. എന്തായാലും ഹാപ്പി, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഓക്കെ, അപ്പം വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് കണിയൊക്കെയാണ്. നന്ദന എല്ലാ പ്രാവശ്യവും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ? അമ്മ വീടോ അങ്ങനെ? ഇല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു വിഷു ആഘോഷം? രാവിലെ എണീറ്റ് കണീൻ്റെ സംഭവമൊന്നും എക്സ്പെഷ്യലി ഞാനൊന്നും അറിയാറില്ല. അമ്മ എല്ലാം റെഡിയാക്കും, അമ്മയും അച്ഛനും കൂടി എല്ലാം റെഡിയാക്കും. നമ്മളൊരു 4:30 ആ ഒരു ടൈമാകുമ്പോൾ നമ്മൾ വിളിക്കും, നമ്മൾ പോയി കാണും. ആ ഒരു സംഭവം മാത്രം, അല്ലാണ്ട് ഇതെങ്ങനെയാക്കുന്നു അങ്ങനെ ഇതുവരെ അത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പം വിഷുക്കണി നമ്മൾ പറഞ്ഞു. ഇനി വിഷുക്കോടിന്റെ ഒക്കെ സമയം കിട്ടാറുണ്ടോ? ഇപ്പൊ മൊത്തം സമയം ഷൂട്ടിങ്ങിനാണ്. അതെ, ഇപ്പൊ വിഷുക്കോടി നമുക്കെല്ലാം കൊളാബായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഷൂട്ടിന്റെ ആവശ്യത്തിന്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വിഷുവിനായിട്ടൊന്നും അങ്ങനെ വാങ്ങാറില്ല. എന്നാലും എപ്പോഴും കോടി നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഉദ്ഘാടന ചടങ്ങാണ് ഫുള്ള്. നമ്മൾ എവിടെ നോക്കിയാലും, ഇപ്പൊ കാഞ്ഞങ്ങാട് ഏത് ഷോപ്പ് നോക്കിയാലും ഉദ്ഘാടനം കലാഭവൻ നന്ദന എന്നാണ്. അതുകൊണ്ട് വിഷുവിന് പ്രത്യേകിച്ച് ഒരു കോടി അതൊന്നുമില്ല. ഓക്കെ, അപ്പം നന്ദന, ഇഷ്ടം മാത്രമാണ് ഇപ്പം പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയല്. എന്താണ് ആ ഒരു ലൊക്കേഷനെ കുറിച്ചൊക്കെ? ലൊക്കേഷനെ കുറിച്ച് എല്ലാവരോടും ഇഷ്ടം മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും നല്ലൊരു ബോണ്ടിങ് ആണ്, നല്ലൊരു ഫാമിലി പോലെയാണ്. നമുക്കിപ്പോൾ സാധാരണ എല്ലാ ലൊക്കേഷനിലും പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് വല്ലാണ്ട് മിസ് ചെയ്യും. അവിടെ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വീട്ടിലത്തെ ആ ഒരു ഓർമ്മയും നമുക്ക് തന്നെ വരില്ല. ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും, അയ്യോ വീട്ടിൽ അച്ഛൻ അനിയത്തി അവർ മാത്രമല്ലല്ലോ, ആ ഒരു ഇത് വരും. അല്ലാണ്ട് എല്ലാവരും നല്ല അടിപൊളി, നല്ല വൈബാണ്. എല്ലാവരും എടുത്തു പറയുന്നില്ല, എല്ലാവരും നല്ല വൈബിൽ. വിഷുവിന് എപ്പോഴും ഷൂട്ടിംഗ് സെറ്റിലായിരിക്കോ അതോ വീട്ടിലായിരിക്കോ? ഇല്ല, നമുക്ക് ഒരു പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അല്ലാണ്ട് വിഷു ഒക്കെ ഇതുവരെ എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അഭിനയ തിരക്കിനിടയിൽ മാജിക് ഷോയിലും കൂടെ പങ്കെടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് മാജിക്കുകളൊക്കെ അറിയുമായിരിക്കും അല്ലേ? ഏകദേശം അറിയും. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളിവിടെ നീലേശ്വരത്തുള്ള സുധീർ മാടക്കത്തിന്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മജീഷ്യൻ സുധീർ മാടക്കത്തിൻ്റെ ടീമിലാണ് ഞാൻ ഫസ്റ്റ് ഒരു പ്രൊഫഷണൽ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ടീമിലാണ്. ഇപ്പോൾ 10 വർഷമായി. ഈ വർഷം 10ാമത്തെ വർഷമാണ്. ഇപ്പോഴും എനിക്ക് ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ പോകാറുണ്ട്, പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് മാജിക്ക് ഞാൻ ചെയ്യാറില്ല. അവർ ചെയ്യുന്ന ഐറ്റംസൊക്കെ കണ്ടിട്ടറിയാം. അതിൽ ചില ഐറ്റംസിലൊക്കെ പങ്കെടുക്കാറില്ലേ? ഇപ്പം ഞാനുള്ള ടൈമിൽ മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഡാൻസും മാജിക്കും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത്. ഇതിൽ വിഷുവിനെ കുറിച്ച് തന്നെ ഞാൻ കിടക്കുകയാണ്. അപ്പം ഈ വിഷുവിന് സെറ്റില് വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഓണത്തിനായാലും വിഷുവിനായാലും ക്രിസ്മസിനായാലും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതൊരു ഭയങ്കര ഒരു സംഭവമായിരിക്കുമല്ലോ. അതെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡാൻസ് പാട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഇൻട്രസ്റ്റ്. ഡാൻസിനോട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹിന്റ് കിട്ടുമ്പോഴേ നമ്മൾ അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും ഡാൻസിൻ്റെ സോങ് എടുക്കണം, പഠിക്കണം, അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഷൂട്ടിലൊന്നും നമ്മൾക്ക് അത്ര വലിയൊരു ഇതുണ്ടാവില്ല. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ ഡിസ്കഷനായിരിക്കും കൂടുതൽ നടക്കുന്നത്. ഇപ്രാവശ്യം ചാനലിൽ വിഷു സെലിബ്രേഷൻ നടന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാക്കി ഏഷ്യാനെറ്റിൻ്റെ വിഷു സെലിബ്രേഷൻ. ഇതുവരെ ഒരു 2-3 സീരിയലൊക്കെ ചെയ്തിട്ടില്ലേ? 2-3 കൂടുതൽ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതായിരുന്നു? വെച്ച് നോക്കുമ്പോൾ എല്ലാ സീരിയലും ഒന്നിനൊന്ന് വെച്ചാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്നതുകൊണ്ടല്ല, ഇപ്പോൾ എന്നെ ആൾക്കാർ സ്വീകരിച്ചത് സുചിത്ര എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഇഷ്ടം മാത്രത്തിൽ. അതിലൊരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വൺ ഓഫ് മൈ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ പുറത്ത് പോയ സമയത്തിന്
ഒത്തിരി പേര് വന്ന് സെൽഫി എടുത്തതും സുജിമോളെ എന്നാ വിളിക്കുന്നത്, നന്ദന എന്നുള്ള പേര് ആർക്കും അറിയില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു മോള് വന്ന് ചോദിച്ചു, എന്ത് ചേച്ചി പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ, സുജിമോളെന്ന് വിളിച്ച് അത് മാത്രമേ അറിയൂ, നമുക്ക് ശരിക്കും പേര് അറിയില്ല എന്ന് പറഞ്ഞു. അത്രത്തോളം ഡീപ്പായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. സുചിത്ര എന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ആ സീരിയല്. അതിൽ ഇഷിത എന്ന ക്യാരക്ടറുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ നിങ്ങൾ രണ്ടുപേരും? നമ്മള് സീരിയലിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മള് ഡയറക്റ്റ് നമ്മള് ഭയങ്കര ബോണ്ടാണ്. അതിപ്പോൾ നമ്മളെ സ്റ്റോറീസ് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാം കണ്ടാലും മനസ്സിലാവും നമ്മൾ അത്രയ്ക്കും ബോണ്ടിങ് ആണ്, നല്ല കമ്പനിയാണ്. എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ തന്നെയാണ് മൃദുല ചേച്ചി. അവിടെ ഇല്ല എല്ലാവരും അതെ, പക്ഷെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ നമ്മളാണ് നമ്മുടെ ഫാമിലി ആയിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ നമ്മൾ നല്ല ബോണ്ടിങ്. ഇനി നമുക്ക് ഫാമിലിയിലോട്ട് പോവാം. അച്ഛൻ, അമ്മ, അനുജത്തി അടങ്ങുന്ന ഒരു കുടുംബമാണ് നന്ദനയുടേത്. എങ്ങനെയാണ് ആ ഒരു ബോണ്ട്? എന്താ പറയണേ, നമ്മൾ 4 ആളുകളുടെ ഒരു കുഞ്ഞു ലോകം, അത്രേ ഉള്ളൂ. ഇപ്പം എന്തുണ്ടെങ്കിലും എൻ്റെ എന്ത് കാര്യമാണെങ്കിലും, എത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ഞാനൊരു ഡിസിഷനിലേക്ക് പോവും. പിന്നെ എന്തുണ്ടെങ്കിലും ഹാപ്പി ആയാലും സാഡ് ആയാലും നമ്മളെല്ലാവരും 4 ആളും കൂടി ഷെയർ ചെയ്യും. നമ്മൾ അവിടെ കഴിഞ്ഞു പറഞ്ഞു, അവിടെ കഴിഞ്ഞു. ഫാമിലി തന്നെയായിരുന്നില്ലേ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും. അത് ഞാൻ സിറ്റി ചാനലിൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിയാണ്. അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി എന്ന് പറഞ്ഞ ഒരാൾക്കാർ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാനിപ്പോഴും പല വേദികളിലും ഡാൻസ് മാത്രം കളിച്ച് നടക്കുന്നുണ്ടാവുമായിരുന്നു. ഇങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലി തന്നെയാണ്. ഇന്ന് നമുക്ക് സീരിയലിനെ കുറിച്ച് ചോദിച്ചു, സിനിമയിലോട്ട് പോവാം. കലാഭവൻ നന്ദന എന്ന ഒരു വ്യക്തി പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയെക്കുറിച്ച്, സിനിമ ലൊക്കേഷനാണോ കൂടുതൽ ഇഷ്ടം അതോ സീരിയൽ ലൊക്കേഷനാണോ? രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. 2 ലൊക്കേഷൻ ആയാലും. ഇപ്പോൾ ഫിലിമിൻ്റെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു 1 or 2 month എല്ലാവരും കൂടി ഉണ്ടാവും, ഷൂട്ട് ചെയ്യും, അതവിടെ കഴിഞ്ഞു. സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു 1 year എന്തായാലും ഒരു 300 അല്ലെങ്കിൽ 500 എപ്പിസോഡ് എന്തായാലും എല്ലാ സീരിയലും പോകും. അപ്പോൾ നമ്മൾ സീരിയൽ എന്ന് പറയുന്നൊരു ഫാമിലി പോലെ നമുക്ക് ആ ഒരു ബോണ്ടിങ് കിട്ടും. ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഫിലിമിൻ്റെ കാര്യമാകുമ്പോൾ എടുത്തിട്ട് എപ്പോൾ അത് റിലീസാവും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ സീരിയൽ അങ്ങനെയല്ലല്ലോ, ഡെയിലി പ്രേക്ഷകർക്കിടയിൽ എത്തുന്നത് ഇതായതുകൊണ്ട് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. ഷാജോൺ ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, കലാഭവനിൽ ഡാൻസറാണെന്ന് പറഞ്ഞ സമയത്ത് ആരൊക്കെ കണ്ടിട്ടുണ്ട് കലാഭവനിൽ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ടൈമിൽ അവരൊക്കെ വേറെ വേറെ ഐറ്റമല്ലേ ചെയ്യുന്നത്, മോൺ ആക്ട്, മിമിക്രി അങ്ങനെയുള്ള ഐറ്റം. ഞാൻ ഡാൻസ് ആകുമ്പോൾ അവർക്കൊന്നും നമുക്കൊന്നും യാതൊരു ബന്ധമില്ല. അപ്പോൾ നമ്മളങ്ങനെ കാണാറ് കുറവാണ് ആൾക്കാരെ. പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാണും. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാജോൺ ചേട്ടനെ കാണുന്നത്. അത് CIDൻ്റെ ലൊക്കേഷനിൽ അന്നാണ് നമ്മൾ പരിചയപ്പെടുന്നതും. നല്ല ഫ്രീ ആയിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ പടം ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ മൂവിയിൽ? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ സാറിൻ്റെ അടുത്തുനിന്ന് എൻ്റെ പേര് എനിക്ക് കലാഭവനെ കൂട്ടി പറയാൻ തന്നെ ഒരു പേടിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത്രയും ഇല്ല എക്സ്പീരിയൻസ്. ഈ കലാഭവനൊക്കെ ഇതാക്കി വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ വളർന്നു വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് അത്രയും ആക്ടിങ്ങിലായാലും നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ സാർ എന്നെ ഇങ്ങനെ കൂളാക്കി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു ഇത്. ബാക്കിയൊക്കെ കണ്ട് പ്രേക്ഷകരാ പറയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ സിറ്റി ചാനലിൻ്റെ പ്രേക്ഷകർക്ക് പലർക്കും കലാഭവൻ എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നറിയില്ല. കലാഭവൻ നന്ദനയോടൊപ്പമുള്ള ഈ കലാഭവൻ എങ്ങനെ വന്നു എന്നറിയില്ല. നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. പക്ഷെ പലരും ഇപ്പൊ കേൾക്കുമ്പോൾ ഒന്ന് ആശ്ചര്യപ്പെടും. ആ കലാഭവൻ എന്ന പേര് അതെങ്ങനെ ഉണ്ടായി എന്നൊരു ആശ്ചര്യം ഉണ്ടാവും. എങ്ങനെയായിരുന്നു ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒരു 8 വർഷം മുന്നേ എനിക്ക് എൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് എനിക്ക് ഒരു പേപ്പർ കട്ടിങ് എനിക്ക് അയച്ചു തന്നു. ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് കൊച്ചിൻ കലാഭവനിലേക്ക്, ഡാൻസേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ മാർച്ച് 16 ഓഡീഷൻ, 2016. അപ്പോൾ അങ്ങനെ അത് അയച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ താല്പര്യമില്ലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ദേവിക പറഞ്ഞ പോലെ മാജിക്കും അതൊക്കെ ആയിട്ട് നല്ല ജോലിയും പിന്നെ പഠിക്കുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് കലോത്സവത്തിൻ്റെ സീസണൊക്കെ ആയിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ വേണം അച്ഛാ, വേണ്ട നമുക്ക് പിന്നെ നോക്കാം.
അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമായിരുന്നു, അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്, കൊച്ചിയിലെ ഓഡീഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2 മണിക്കൂർ അവിടെ നിന്ന് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് പോയിട്ട് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. പങ്കെടുക്കുമ്പോൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് എൻ്റെ റിലേ ഫുള്ള് പോയി. അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു അച്ഛാ അപ്പോൾ നമുക്ക് ലുലു മാളിലെങ്കിലും കറങ്ങിയിട്ട് വരും, ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും ഇതുവരെ വന്ന് പങ്കെടുക്കാം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ വന്നേ. അങ്ങനെ പങ്കെടുത്തു. 400 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 400 ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ പോയി ചെയ്തു. അപ്പോൾ സെൽഫ് കൊറിയോ ചെയ്യാൻ പറഞ്ഞു. സെൽഫ് കൊറിയോ പാട്ടിടുമ്പോൾ എൻ്റെ ഏത് പാട്ടാന്ന് പോലും എനിക്കറിയില്ല, എൻ്റെ ഫുള്ള് കിളി പോയി നിൽക്കുന്നുണ്ടായത്. ഇങ്ങനെ ഞാൻ ചെയ്തു, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ്. പിന്നെ അവർ വീണ്ടും ചെയ്യിപ്പിച്ചു. അപ്പോഴും എനിക്ക് ഈ ചെയ്യിപ്പിക്കുന്നതോറും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി വന്നു. പിന്നെ ലാസ്റ്റ് അവർ ഓഫീസിലേക്ക് വിളിച്ചു. പിന്നെ നമുക്ക് നോക്കിയിട്ട് വിളിക്കാം, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നമ്മളെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ അവർ കാസർഗോഡ് നിന്ന് ഒരു 3-4 പേരെ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആ ഒരു ഏരിയ നിന്നായിരുന്നു. അപ്പം എനിക്ക് നമ്മൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ പൊതുവേ ആൾക്കാരൊക്കെ ഒരു ഡൗൺ അല്ലേ, നമുക്ക് ആ ഒരു ടൈം ഇപ്പോൾ ഈ ഫീൽഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ കയറി വരുന്നുണ്ട്, പക്ഷെ ആ ഒരു ടൈമിൽ എന്നാലും കുറവ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒരു പോസ്റ്റ് വന്നു ഇങ്ങനെ സെലക്ട് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്ക് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നാട്ടിൽ ഫുള്ള് സ്വീകരണം പരിപാടി. അങ്ങനെയാണ് പിന്നെ കലാഭവനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അതെ, അച്ഛൻ തന്നെയായിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ അച്ഛനായിരുന്നു. ഇപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ഫാമിലി ഫ്രണ്ട് ഒരു അങ്കിളുണ്ട്, ജയമാമൻ എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ ഫിനാൻഷ്യലി ആയാലും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ തന്നെ കുറേ പ്രോഗ്രാംസൊക്കെ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറ്റി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇനിയും കൂടുതൽ നന്ദനയുടെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ നന്ദനയോട് ചോദിച്ചു. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നന്ദനയെ കൊണ്ട് എടുപ്പിക്കാം. ചെറിയൊരു ഗെയിമാണ്. അപ്പോൾ തുടങ്ങാം. വേണമെങ്കിൽ എടുക്കാം. ഏത് വേണമെങ്കിൽ എടുത്തോളൂ, ഒരു പണിയുമല്ല. 8ന്റെ പണിയെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഓപ്പൺ ആക്കട്ടെ. എന്താണ്? ഇതെന്താ ലൊക്കേഷനിൽ എവിടെ ആയാലും ലൈഫിൽ ഇതുവരെ അല്ലേ മേടിച്ചതെന്ന് പറയാം ഇഷ്ടംപോലെ ഉണ്ട്. പേര് പറയും കൺഫ്യൂഷൻ. ലൊക്കേഷനിലായി കഴിഞ്ഞാലും ഓക്കെ, ലൊക്കേഷനിലായാലും പേടിക്കുന്നുണ്ടായി. ഇപ്പം എല്ലാ ദിവസവും നമ്മളിപ്പോൾ എത്ര അഭിനയിച്ചു എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ക്യാമറ റോളാവുന്ന ടൈമിൽ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷൻ എന്തായാലും ഒരു പേടി എന്തായാലും എല്ലാ ദിവസവും ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്തായാലും ഉണ്ടാവും. അതൊരു 2-3 ഷോട്ട് എടുക്കുമ്പോഴേ അതൊരു ഓക്കെ ആവും. അല്ലാണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. വേറെ ലൈഫിൽ എവിടെയെങ്കിലും? പിന്നെ ലൊക്കേഷനിലേക്ക് സാറിനെ ഭയങ്കര പേടിയാണ്, ഡയറക്ടർ സാറിനെ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ആ ഒരു റെസ്പെക്റ്റും അതൊക്കെ ഞാൻ സാറിന് എപ്പോഴും കൊടുക്കാറുണ്ട്. സാർ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്, അതുകൊണ്ട് എന്നെ ഇഷ്ടം പോലെ പേടിപ്പിക്കും, വഴക്ക് പറയും, എല്ലാം ചെയ്യും. പക്ഷെ ആ ടൈമിൽ സാറിനെ ഫ്രണ്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഇഷ്ടമാത്രം ലൊക്കേഷനിലാണ്? ഇഷ്ടമാത്രത്തിൽ. കാസർഗോഡ് ആരാണ്? സാറ് പയ്യന്നൂർ ആ ഒരു സൈഡ്. സാർ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സെറ്റിലായിട്ടല്ലേ, മോഹൻ കുപ്ലേറ്റ് സാർ. അപ്പം അടുത്ത റൗണ്ട് നോക്കിയാലോ? ഇനി അടുത്തത് ഇനിയുണ്ടോ? ഞാൻ തീരുമ്പോ ഓടിപ്പോയി കഴിഞ്ഞാൽ 5ഓ 6ഓ അങ്ങനെ എന്തോ. സാഡ് ഒരുപാടുണ്ടാവും. സാഡേ ഉള്ളൂ. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചതും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ കരഞ്ഞതും ഞാൻ കണ്ടിട്ടുള്ളത്, അമ്മക്ക് വയ്യാണ്ടായി കഴിഞ്ഞ വർഷം. നമുക്കൊരു സർജറി ആയിട്ട് നമുക്കൊരു സർജറി കഴിഞ്ഞു. ആ കഴിഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് വന്നു. അങ്ങനെ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ
അതിൻ്റെ ടൈമിലാണ് ഞാൻ അച്ഛൻ വരെ കരയുന്നത് ഞാൻ കണ്ടത്. ആ ടൈമിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറയാൻ കരഞ്ഞതായാലും ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അപ്പായിരിക്കും. അമ്മ ഇപ്പോൾ ഓക്കെ അല്ലേ? അമ്മ ഇപ്പോൾ ഓക്കെയാണ്. ഒരു 3-4 മന്ത്സ് അച്ഛനാ വരുന്നുണ്ട് അത് കൂടെ. ഇപ്പോൾ വീണ്ടും അമ്മ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഈ ഒരു വിഷു എപ്പിസോഡിൽ ആ സേഡ് നമുക്ക് വേണ്ടായിരുന്നു തോന്നിപ്പോയി ആ ഒരു വർത്താനത്തില്. പക്ഷെ കുഴപ്പമില്ല, മനസ്സിലുള്ളതൊക്കെ നമ്മളോട് തുറന്നു പറയുമ്പോഴാണല്ലോ മനസ്സിലുള്ള ആ വേദന കുറയുന്നത്. കൂടുതലായിട്ട് നന്ദനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതും തീർച്ചയായും ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റുന്നത്. ഇനി നമുക്ക് അതില് സന്തോഷം എന്തെങ്കിലും ഉണ്ടോ ദേവു? സന്തോഷം എന്തായാലും ഞാൻ എടുക്കാൻ വഴിയില്ല. ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടിക്കോട്ടെ. ഇനി അത്രേ ഉള്ളൂ. ആംഗ്രി ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ? ഇല്ല, ഞാൻ അങ്ങനെ പുറത്ത് പോയാലൊക്കെ ഭയങ്കര ഡീസൻ്റ് ആണ്, ഭയങ്കര അച്ചടക്കാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ ദേഷ്യപ്പെടുന്നത് വീട്ടിൽ മാത്രമായിരിക്കും. അതെന്തെങ്കിലും അങ്ങനെ വലിയ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും സിറ്റുവേഷൻ? അതൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ. ലൊക്കേഷനിൽ ദേഷ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ കുറേ ദിവസം നമുക്ക് ഷൂട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം ഷൂട്ടിലാണ് റൂമിലിരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ, അല്ലാണ്ട് വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടും. ദേവു, നമുക്ക് അമ്മേനെയും അച്ഛനെയും ഒന്ന് വിളിച്ചാലോ, അമ്മേനോടും അച്ഛനോടും ഒന്ന് ചോദിച്ചാലോ വീട്ടിലെങ്ങനെയാ? വീട്ടിൽ ദേഷ്യപ്പെടും, അത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ്, വീട്ടിൽ ദേഷ്യപ്പെടും. പക്ഷെ അതിങ്ങനെ വലിയ കാര്യമല്ലേ, എപ്പോഴും കീരിയും പാമ്പൊക്കെ പറയില്ല അതുപോലെ നമ്മളിപ്പോ. പക്ഷെ നമ്മള് വഴക്കടിച്ച ആ സ്പോട്ടിൽ നമ്മള് പിന്നെ സെറ്റാവും. പക്ഷെ എന്റെ കാര്യം സാധിക്കണമെങ്കിലോ അവളെ കാര്യം സാധിക്കണമെങ്കിലോ നമ്മൾ ഒന്നിച്ചുണ്ടാവണം എന്നല്ലേ. ആമ്പൽ എങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്? അവള് സപ്പോർട്ടാ, അവളൊക്കെ എല്ലാം സപ്പോർട്ടാ. ആമ്പൽ എന്ന വെറൈറ്റി പേര് കണ്ടുപിടിച്ചത് നന്ദനയാണോ? അല്ല, അച്ഛനാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, എനിക്ക് എന്ത് ഈ നന്ദന എല്ലാം എവിടെ പോയാലും നന്ദനാണ്. പിന്നെ കലാഭവനും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാം. ആമ്പലിന് കേൾക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആണല്ലോ. അതെ അതെ, ലൊക്കേഷനിലൊക്കെ എല്ലാവരും പറയും അതെന്താ എനിക്ക് എന്ത് ഇങ്ങനത്തെ പേരിട്ടെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. ഇതെല്ലാം എടുക്കണം. അങ്ങനെ കൊണ്ടുപോകാലോ. ഹാപ്പി അത് കിട്ടാനാണ് ഞാൻ ഇത്രയും സമയം നിന്നത്. ആ ഹാപ്പിനെസ് ഉള്ള ഒരു സാധനം വരട്ടെ എന്ന് വെച്ച്. ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാണ്ട് എന്നിലേക്ക് എത്തിയ ഒരു സൈഡ് നെയിമാണ് കലാഭവൻ. ആ ഒരു അത്രയും വലിയൊരു ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞ് എനിക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ടൈമിൽ. അവിടെ കലാഭവനിലേക്ക് ജോയിൻ ചെയ്ത ആ ടൈമിലാണ് എനിക്ക് ഈ ഫീൽഡിനോടും ഒരു ഇഷ്ടം തോന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായത്. പിന്നെന്താ, എന്നെ ഇഷ്ടം മാത്രത്തിൽ ഇങ്ങനെ എല്ലാവരും ഞാൻ ആ ടൈമിൽ വിചാരിച്ച പോലെ വലിയൊരു ഫെയിം ആവണം. പക്ഷെ വലുതൊന്നും ആയില്ല. ഇപ്പൊ ചെറിയ ചെറിയ രീതിയിൽ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം. സുചിത്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒട്ടുമിക്ക വീടുകൾക്കും എല്ലാ വീട്ടിലും ഇഷ്ടം മാത്രം കാണാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലായാലും സീരിയൽ കാണാത്ത വ്യക്തികൾ കുറവാണ്. ഏപ്രിൽ 7-ാം തീയതി തൊട്ട് ഇഷ്ടം മാത്രത്തിന് ടൈം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. രാത്രി 8 മണിക്ക്, പക്ഷേ 8 മണിക്കുള്ളത് 10 മണിക്കാക്കിയിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു വിഷമത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു സീരിയൽ ലോഞ്ച് ആയിട്ടുണ്ടായി. പ്രധാനപ്പെട്ട ഒരു വേഷം കിട്ടിയത് നന്ദനയ്ക്ക് ഇഷ്ടം മാത്രത്തിലാണ്. അപ്പം ഈ ഇഷ്ടം മാത്രം എന്നുള്ള ഈ ഒരു ഇത് എന്നും തുടർന്നു പോകണമെന്ന് അത് ഏതൊരു നടിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാനെപ്പോഴും ഈ ടൈം ചേഞ്ച് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ സാധാരണ നമ്മൾ ഈ സീരിയല് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ടൈമൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നത്. നമുക്കാണെങ്കിൽ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാവരും ആകെ ഒരു വിഷമത്തിലാണ് ഉള്ളത്. അത് കാരണം TV ടൈം അങ്ങനെയാണല്ലോ വീട്ടില്, നോക്കുന്നതിൽ കുറവാണ്. അതെ, പല സീരിയലും കാര്യങ്ങളൊക്കെ 10 മണിക്ക് ശേഷം വന്നാല് വീട്ടമ്മമാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഉച്ചയ്ക്കൊക്കെ നോക്കാം. പക്ഷെ ആ രാത്രി നോക്കുന്ന ഫീല് കിട്ടൂല കേട്ടോ. ആ ഒരു സീരിയലിനൊക്കെ നമ്മുടെ ടൈം എന്ന് പറയുന്ന ആ രാത്രിയാണ്. അതെ അതെ. നന്ദനയ്ക്ക് ഇനി ഞങ്ങളോട് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? കൂടുതലായിട്ട് അങ്ങനെയൊന്നുമില്ല. വിഷു എന്ന് പറയുമ്പം ഈ ഒരു വിഷു അത് എങ്ങനെ കാണുന്നു? ഈ വിഷുവിന് നാട്ടിലുണ്ടാവോ അതോ അവിടെ ആയിരിക്കോ, ഷൂട്ടിലായിരിക്കോ? നാട്ടിലുണ്ടാവും. സീരിയലുണ്ടോ വിഷു ആഘോഷം? ഉണ്ട്.
വിഷു ആഘോഷമുണ്ട്. നമുക്ക് എപ്പിസോഡായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ചാനൽ ബേസിൽ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും വെച്ചിട്ടും വിഷു സെലിബ്രേഷൻ ഉണ്ട്. സീരിയലിൽ അടുത്തെങ്ങാനും കല്യാണം ഉണ്ടാവും? അത് എൻ്റെ അടുത്ത് കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ജോയ്സിനെ കണ്ടെൻ്റെ സമയം ചോദിക്കണം. ഒന്നും നമുക്ക് സെറ്റ് ആവുന്നില്ല. വരുന്നവരൊക്കെ എന്നിട്ട് പോകുന്നു. ഇപ്പൊ ഭയങ്കര കുശുമ്പായിരിക്കില്ലേ പുതിയ ആളോട്? കാണാറുണ്ട്, ഞാൻ കാണാറുണ്ട്. വീടെന്തായാലും വെക്കണല്ലേ? അല്ല, നല്ലൊരു ക്യാരക്ടർ വന്നാൽ നമ്മൾ എന്തായാലും കണ്ടുപോകും. ഒന്നുമില്ല, എന്റെ സീനിയർ ആണ്. അപ്പം നന്ദന അഭിനയിച്ചു എന്ന് പറയുമ്പോ വീട്ടിലിപ്പോ എല്ലാരും നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വിഷു അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇവിടെ? നന്ദനുമായിട്ട് കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു ഈ ഒരു വിഷു. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നന്ദനിക്ക് നമ്മുടെ വിഷു ആശംസകൾ. എല്ലാവർക്കും സിറ്റി ചാനലിൻ്റെ വകയും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെ പേരിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഞങ്ങളുടെയും വക എല്ലാ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.